ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നാണ് ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നു കേട്ടോ. രാവിലെ ചായക്കടിക്കുള്ളത് തലേ ദിവസം മാവ് കരച്ച് വെക്കുന്നതാണെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാവേ. സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റല്ലേ ഇന്നെന്താ ചായക്ക് കടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിട്ട് ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ചായക്കടിയൊക്കെ ആയപ്പോഴേ കയ്യോടെ ഞാൻ ചോറൊക്കെ വെച്ച് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കുഞ്ഞമ്മത്തിയാണ് കറി വയ്ക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുറ്റത്തുള്ള ചീരയായിരുന്നു കേട്ടോ, അതൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നന്നാക്കി എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുളകിട്ട മീൻ കറിയാണ് സെറ്റാക്കി എടുക്കുന്നത്. ഇവിടെ പിന്നെ മിക്കവാറും മുളക് കറി തന്നെയാവും ഞങ്ങളുടെ വീട്ടിൽ. തേങ്ങ അരച്ചത് എപ്പോഴെങ്കിലും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ കുറച്ച് മീൻ പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കുഴച്ച് വെച്ചിട്ട് അതിലേക്ക് പുളിവെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചീരയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ കറിയൊക്കെ വെന്തു, അത് ഇറക്കി വെച്ചു. കുഞ്ഞുമത്തി കറി വെക്കുമ്പോഴേ അതിലേക്ക് ഉള്ളി വറുത്തിടുന്നതിനേക്കാളും ബെസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്ന കേട്ടോ. അതുപോലെ പച്ചവെളിച്ചെണ്ണ കഴിച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീര ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അതിൽ കുത്തുമുളകൊക്കെ ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചോറിൻ്റെ കൂടെ മുളകിട്ട മീൻ കറിയും മീൻ പൊരിച്ചതും അതുപോലെ ചീരപ്പേരും കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഫുഡ് ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഈ മീൻ കറിയും മീൻ പൊരിച്ചതും ഈ ചീരയുടെ ഉപ്പേരി കേട്ടോ. നല്ല ചൊടിയുള്ള ഉപ്പേരി ആവണം കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരും, അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എൻ്റെ വീഡിയോസിൽ മിക്കവാറും ഇതുപോലെ ചെറിയ ചെറിയ മീനുകളുടെ കറികളാവും കൂടുതലും. മത്തി, അയില, മാന്തൾ, ചൂട, അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മീനുകളാട്ടോ, ഈ ചെറുവക മീനുകളൊക്കെ. അതുകൊണ്ട് തന്നെ മിക്കവാറും എപ്പോഴും ഇതുപോലെയുള്ള മീനുകൾ തന്നെയാവും വാങ്ങിക്കുക. പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ നേരത്താവും അയ്യോ ഇന്നാളിട്ട വീഡിയോയിലും ഇത് തന്നെയായിരുന്നല്ലോ കറി എന്നൊക്കെ തോന്നുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളല്ലേ നമ്മൾ അധികം ഉണ്ടാക്കുക, അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ദാ എന്നത്തെയും പോലെ ഇന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചോറൊക്കെ കഴിക്കുന്നത്. സ്കൂളുണ്ടെങ്കിലും അവർ ഉണ്ടാവില്ല, സ്കൂളില്ലാത്തപ്പോഴും അവരുണ്ടാവില്ല. കാരണം അവർ രാവിലെ നേരത്തെ ഒന്നും നീക്കാറില്ലല്ലോ. ഉച്ചയ്ക്കൊക്കെ ആവും നീച്ചിട്ട് ചായയൊക്കെ കുടിക്കുക. അപ്പം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ണുന്ന സമയത്ത് അവർക്ക് വിശപ്പൊന്നും വന്നിട്ടും ഉണ്ടാവില്ല. പിന്നെ ദാ വൈകുന്നേരം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. കുറച്ച് വിറക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു വിറകുപര ഇല്ല, ഒരു തട്ടിക്കൂട്ട് വിറകുപരയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സംഭവം വേറൊന്നല്ല, എല്ലാ കാര്യങ്ങളും നമ്മുടെ നടക്കുന്നുണ്ട്. പക്ഷേ വിറകുപര എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിറകും ചകിരിയും ഒക്കെ ആയിട്ട് ഞാൻ ഇടങ്ങേറാവാറുണ്ട് കേട്ടോ പലപ്പോഴും. എപ്പോഴും ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് നല്ലൊരു വിറക് വരെ ഉണ്ടാക്കി തരണമെന്ന്. എന്തോ അതിൻ്റെ അടുത്തേക്ക് ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ വിറകിൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും എന്നാൽ വടക്കോറൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പുറത്തൊരു ബാത്റൂമുണ്ട്, അതൊക്കെ ഒന്ന് കഴുകാലോ എന്നൊക്കെ കരുതി അതിൻ്റെ ഒരു പണിയിലായിരുന്നു കേട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആൾ ചെറിയൊരു പണി തന്ന കാരണം കൊണ്ടേ ഇനി പുതിയത് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനങ്ങോട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീൻ നമ്മുടെ കൂടെ കൂടിയിട്ടേ ഒരു 13 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീട് താമസം ആയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിന് പണി കിട്ടാനൊക്കെ ആയിട്ടുണ്ട് ല്ലോ. എങ്കിലും ആളെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ആകെ നമുക്കൊരു ബുദ്ധിമുട്ട് ഈ തിരുമ്പുന്ന ഒരു കാര്യമാണ്. അതിൽ ഇയാളെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മറക്കില്ലടാ നിന്നെ ഒരിക്കലും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്